Free Fire. Pachamanga, pachamanga, നാട്ടുമാവിലെ മാങ്ങ. പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ. ഓ രാജു ഏട്ടാ, യോ ഗൈസ് വെൽക്കം. അപ്പം എല്ലാ മച്ചന്മാർക്കും നമ്മുടെ പുതിയൊരു ഗെയിം വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. യോ ഗൈസ്, അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഒരു CS റാങ്ക്ഡ് മാച്ചാണ് ഗൈസ്. നമ്മൾ റാങ്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിക്കിലേക്കാണ് നമ്മൾ പോകുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ തോക്കെടുത്തണ്ട് ഗൈസ്. ആദ്യം തന്നെ ഒരുത്തന്നെ അടിച്ചിടാൻ നോക്കേണ്ടി വരുന്നു. പക്ഷേ ഗൈസ് നടന്നില്ല ഗൈസ്, നടക്കുന്നില്ല. ഈ ഇടയായിട്ട് എന്താണെന്ന് അറിയില്ല ഗൈസ്. ഭയങ്കര തളർച്ച, അവൻ നമ്മളെ കൊന്നു ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ടീമേറ്റിൻ്റെ കളി കാണാം. ടീമേറ്റ് ഇവിടെ നിൽക്കേണ്ട സുഹൃത്തുക്കളെ. ഗൈസ് ടീമേ ഇവനവിടെ നിൽക്കണിട്ട് എന്ത് കാണിക്കണം എന്ന് അറിഞ്ഞൂടാ. ആ മോനെ താഴേക്ക് ചാടാ. ഒരടി കൂടെ അടിച്ചാൽ മതി. ഒരടി ഒരു ഡാമേജ്. ഗൈസ് അവൻ വീണിട്ടുണ്ട്. ഇനി അടുത്തവനെ ഇവൻ അടിക്കുമെന്ന് നോക്കാം. എറിച്ചെന്നടി. അവന്റെ ഡാമേജ് കുറഞ്ഞിരിക്കണ. കൊള്ളാം ചത്തിയത്. അപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ട് മൂഞ്ചിരിക്കുകയാണ്. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാം. അത് നമ്മൾ ക്ലോക്ക് ടവറിലാണ് നിൽക്കുന്നത് സുഹൃത്തുക്കളെ. ഡെസേർട്ട് സീകളാണ് ഗൈസ് എടുത്തത്. ഇനി കുറച്ച് വൺ ടാപ്പ് ആകാം. വൺ ടാപ്പ് നമ്മൾ ഇതൊക്കെ കുറച്ച് കൂട്ടിയേ പറയാം. ഗൈസ് അപ്പുറത്തെ വീട്ടിൽ പട്ടിയൊക്കെ കിടന്ന് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ സോൺ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഗ്ലൂ വാൾ എടുക്കാൻ പറഞ്ഞ് കഷ്ടിച്ച് ഗ്ലൂ വാൾ എടുത്ത് ഇനി നമുക്ക് ഇവിടെ കറങ്ങിയിട്ടേ വരുമ്പോൾ നമുക്ക് അടിച്ച് ഇടാം നമുക്ക് അവന്മാരെ. അതാണ് ഗൈസ് എൻ്റെ പ്ലാൻ. വർക്കൗട്ട് ആവാമെന്നറിയില്ല. വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ ഓക്കെ ആവും ഗൈസ്. പിന്നെ ഞാൻ നാളെ തൊട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇംഗ്ലീഷ് എന്നിട്ട് നമ്മൾ ഇംഗ്ലീഷ് വീഡിയോ ഇടും. എന്നിട്ട് സായിപ്പുമാരെ സബ്സ്ക്രൈബേഴ്സ് ആക്കി മാറ്റും. അപ്പോൾ ഗൈസ് നമ്മൾ ടീമിൽ ഒരുത്തന അപ്പാർത്തവന്മാരെ അടിച്ചിട്ട് ഇപ്പുറത്തുനിന്ന് അടി വന്നു. ഇതെവിടെ നിന്നാണെങ്കിൽ അടി വന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അവിടെ നിന്ന് തന്നെയാണെന്ന് തോന്നുന്നു. എവിടെ നിന്നാണ് ഈ അടി വന്ന? 19 ഇപ്പോൾ കൊള്ളാം നല്ലോണം. അവനവിടെ ഒളിച്ചിരിക്കണ്ടായിരുന്നു ഈ സാധനമാണ് പറ്റിയത്. നമുക്ക് ഇനി ഒരാളും കൂടെ ഉള്ളു. ഇവൻ എന്താവുമെന്ന് അറിയില്ല. അങ്ങനെ അവൻ്റെ കഥയും കഴിഞ്ഞു. അങ്ങനെ 2 ഇതാണ് ഗൈസ് കഴിഞ്ഞിരിക്കുന്നത്. ഇനി റൗണ്ട് 3യിലേക്ക് കടന്ന് നമ്മൾ ഫാക്ടറിയിലാണ് സുഹൃത്തുക്കളെ നമ്മൾ നടത്തിയിരിക്കുന്നത്. നമുക്കിവിടെ നിന്ന് M418 എടുക്കാം, M18 എടുക്കാം. ഗൺ ഇല്ലേ P90. P90 ആണ് ഗൈസ് എടുത്തത്. P90യും ഒരു പൂണും 2 ഗ്ലൂവാളും എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് കളി തുടങ്ങാം. പോടാ ഇവിടെ നിന്ന് അടിച്ചിടാന്ന്. അവന്മാരെ അങ്ങനെ അടിച്ചിടണം. എന്താണിത് എല്ലാം കൂടെ കൂട്ടാക്രമണമാണ്. എന്തായാലും ഇവിടെ വന്നിട്ട് മെഡിക്കേറ്റ് അടിക്കും. ഈ കളി എന്തായാലും പൊട്ടുമെന്ന് തോന്നണം. എന്നാലും നോക്കാം. അവന്മാരെ പ്ലാനിട്ട് പൂട്ടാം നമുക്ക്. നമുക്ക് ഇതുവഴി പോയിട്ട് അവന്മാരെ അടിച്ചിടാൻ പറ്റുമോ നോക്കാം. എൻ്റെ ഈ സ്റ്റൈലല്ലേ, സ്റ്റൈലിനൊട്ട് ഫിഗറല്ലേ. അവന്മാർ 2 പേരെ ലോക്കാക്കി. ഇവിടെ ഒരുത്തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരുത്തുണ്ട് ഈ സൂളിച്ചിരിക്കണം. ഈ ഒരുത്തന്നെ അടി കൊടുത്തവനെ ലോക്കാക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പം ഇനി എന്താ പരിപാടി? ലോക്കാക്കിയിട്ടുണ്ട്. അവിടെ ഒരുത്തുണ്ട് ഗൈസ്. അവനെ അടിച്ച് പെട്ടിയാക്കണം. അപ്പോഴാണ് ഗൈസ് പൊക്കത്തുനിന്നൊരടി തന്നെ. പൊക്കത്തുനിന്നല്ലേ താഴെ നിന്ന് തന്നെ. അവിടെ ഒരുത്തനുണ്ട്. നമുക്ക് അവനെ അടിച്ചുറക്കാം. ഇപ്പം തന്നെ നമുക്ക് അവനെ അടിച്ചുറക്കാം ഗൈസ്. നമുക്ക് അവനെ അടിക്കാനായിട്ട് നമ്മളിപ്പോൾ നിൽക്കുകയാണ് ഗൈസ്.
നമുക്ക് കയറി ചെന്നാലോ? കയറി ചെന്നിട്ട് അവനെ അടിക്കാം ഗൈസ്. കയറി ചെന്നിട്ട് ആ വണ്ടനെ അടിക്കാം. എടാ നിന്നാടാ. അപ്പം ഗൈസ് അവനെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി ഒരാളും കൂടെ 2 vs 1 പൊക്കത്തുണ്ട് ഗൈസ്. അവൻ നേരത്തെ പൊക്കത്ത് കാണാൻ കണ്ടായിരുന്നു. ഇപ്പം അവൻ ചാടി വരുന്നതായിട്ട് ചാടി കയറി ചെന്ന് അങ്ങനെ അവനെ നമ്മൾ പെട്ടിയാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പെട്ടി ഗൈസ്. അങ്ങനെ നമുക്ക് ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇപ്പം നമ്മൾ ന്യൂയോർക്ക് ഡാമിലാണ് എത്തിയിരിക്കുന്നത്. റൗണ്ട് 4 ആണ് സുഹൃത്തുക്കളെ. എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക, അതും ലൈക്ക് ചെയ്ത്. അപ്പം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ. അപ്പം നമുക്ക് തുടങ്ങാം. 3, 2, 1 ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം. നമുക്ക് കയറി ചെന്നടിക്കാം. നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രോ ഗെയിം പ്ലേസ് കിട്ടുവാനായിട്ട് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക ഗൈസ്. ഫ്രീ ഫയർ കളിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളെ മുതൽ GTA San Andreas തുടങ്ങുന്നതായിരിക്കും. ഗൈസ് അപ്പോൾ നമ്മൾ ഗ്ലൂ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവനെ ഇവിടെ ഒന്ന് അടിക്കാം. ഇതെന്താ ഡാമേജ് കയറാത്തെ? ഞാൻ ഈ തോക്കിൻ്റെ ഇത് എങ്ങനെയാണോ നല്ലോണം ഹെഡ് ഷോട്ട് അടിക്കും. ഞാൻ നല്ലോണം അടിക്കണതാണ്, എന്നിട്ട് അടിക്കാൻ പറ്റുന്നില്ല ഇപ്പം. അവിടെ 4 പേരും കൂടെ ഒന്നിച്ച് നിൽക്കണോണ്ടാണെന്നോ അതുകൊണ്ടാണെന്നോ അടിക്കാൻ പറ്റുന്നത്. ഇവിടെ ഇങ്ങനെ സീനാവും. ഞാനിവിടെ പൊളിച്ചിരിക്കാൻ പോകും. ഇവിടെ പോടാ കഴുതകളെ. എന്നെയൊക്കെ പ്രോ ഗെയിം പ്ലേ കാണൂടാ. പ്രോയാ ഞാൻ പ്രോ. പക്ഷെ അവനെ റിവൈവ് ചെയ്യായിരുന്നില്ലേ? കംപ്ലീറ്റ് ചെയ്ത്. നമുക്കിവിടെ നിൽക്കാൻ കേസ് ഇങ്ങനെ എനിമീസ് വന്നാണെങ്കിൽ അവന്മാരെ നമുക്ക് വെടിവെച്ച് അവന്മാരെ വരുത്താം ഇങ്ങോട്ട്. ഇപ്പോൾ വരും. അതാണ് ഇവിടെ നിന്ന് കയറി വന്ന ഒരുത്തൻ. 3 vs 1. നമുക്ക് ഈ ഫയർ ബട്ടൺ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. 3 vs 1 നമ്മൾ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ അധികം ബഹളമൊന്നും വെക്കാത്ത എന്താണെന്ന് ഗൈസ്. നേരത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ വ്ളോഗ് കാണുമ്പോൾ ബഹളമായിരുന്നു. ഇപ്പോൾ ബഹളമൊന്നും വെക്കാത്തത് അപ്പുറത്തെ വീട്ടുകാർക്കൊക്കെ പ്രാന്താന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെ എന്താണ് അവർക്ക് ശല്യവും ഗൈസ്. അതുകൊണ്ടാണ് ഇപ്പം നിർത്തിയത് വയ്യേ. എൻ്റെ വീടാണെങ്കിൽ ഒരു അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വീടാണ്. ഇപ്പം ഞാൻ ഇരിക്കുന്ന റൂമിൻ്റെ ഇവിടെ 2 വീടുണ്ട് അയൽവാസികളാണ്. അപ്പോൾ അവർക്കൊക്കെ ശല്യവും. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര പയ്യെ സംസാരിക്കണം. ഞാനാണെങ്കിൽ ഓപ്പൺലി എന്നാണ് കേസ് എടുക്കുന്നത്. നമ്മൾ അവനെ ഈ അടിച്ചപ്പോൾ അവൻ ഗ്ലൂ ആൾട്ടുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ വെട്ടിയായിരുന്നു. എന്നിട്ട് 2 ഗ്ലൂ ആൾട്ടിട്ട് മെഡിക്കിറ്റ് അടിക്കാം ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞു വന്ന എന്താണ് അയൽവാസികളാണ്, അവർക്കൊക്കെ ശല്യവും. ഞാനാണെങ്കിൽ ഓപ്പൺലി എന്നാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ അല്ല റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അധികം ഒച്ച വെച്ചാൽ മൂഞ്ചി പോവും. ഡാർക്ക് അവനടിച്ചിട്ട് ഇവനെന്താണ് അവനെ അടിച്ചിട്ട് പൂർത്തിയായി. 4 അവർ കളി ചേസ്. പക്ഷേ നോക്കിക്കോ, അടുത്ത കളി നമ്മൾ പിടിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. അടുത്ത കളി ചാരമാണെന്ന് കരുതി വെറുതെ ചെകയാൻ നിൽക്കണ്ട മക്കളെ. ഈ കളി നമ്മൾ എന്തായാലും ഹെഡ് ഷോട്ട് ഇടും. നോക്കിക്കോ, ഈ കളി അടിച്ചിരിക്കും മക്കളെ. ഈ കളി അടിച്ച് നമ്മൾ പ്ലാറ്റിനത്തിൽ നിന്ന് ആയിരിക്കും. ഇത് സ്റ്റീഫന്റെ വാക്ക. ഗായ്സ് ഇവിടെ വന്നപ്പോൾ ഒരുത്തൻ എയിന് മാറിപ്പോന്നു. നമ്മൾ 2 ഹെഡ് ഷോട്ട് കൊടുത്തവനെ ഇതിലുണ്ട്. നമ്മൾ വന്ന വഴി തന്നെ 2 പേരെ ലോക്കാക്കി അടിച്ചിട്ടുണ്ട് ഗൈസ്. അവനെയും കൂടെ അടിച്ച് ലോക്കാക്കിയിട്ടുണ്ട്. OP ഹെഡ് ഷോട്ട് കൊടുത്ത്. ഇനി ഒരുത്തനും കൂടെ ഉണ്ട്.
അവനെയും കൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എയ്സ് എടുക്കാം ഗൈസ്. എയ്സ് പക്ഷെ അവനെ അടിച്ചിടാൻ പറ്റില്ലെന്ന് തോന്നുന്നു ഗൈസ്. ആടാ അവന്മാർ കൊണ്ടുപോടാ, എന്ത് കഷ്ടമാടാ ഗൈസ്. അവന്മാർ കൊണ്ടുപോയി ഗൈസ്. ആ കില്ല് കേസ് എടുക്കാൻ പറ്റിയില്ല. എയ്സ് ആണെന്ന് തോന്നണം ഗൈസ്. ഡബിൾ കില്ല് അറിയില്ല ഗൈസ്. നമ്മളിനി UMP വെച്ചാണ് ഗൈസ് കളിക്കുന്നത്. OP ഷോട്ട് UMP വെച്ചായിരിക്കും. എനിക്ക് മാരിയോയുടെ ഗെയിം കളിക്കണമെന്നുണ്ട് ഗൈസ്. PS5 എടുത്തിട്ട് അതിനകത്തുണ്ട് ഗൈസ് മറ്റേ മാരിയോയുടെ വണ്ടി ഓടിക്കുന്നത്, ബലൂൺ അടിച്ചുകൊണ്ട് പോകണ ഗെയിമെങ്കിൽ. എൻ്റെ കയ്യിൽ പണ്ട് Nicto.ds എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. അത് കിടിലൻ സാധനമാണ്. അതിനകത്ത് ഞാൻ സ്ഥിരം കളിക്കണം ഈ മാരിയോടെ. നമുക്ക് ഇതുവഴി ആടിയിട്ട് അതുവഴി കയറിയിട്ട് അവന്മാരെ അടിച്ചിടാം. IQ ബ്രദർ, IQ ബുദ്ധി വേണം ബ്രോ, എന്നാലേ നമുക്ക് ഗെയിമുകളിൽ ജയിക്കാൻ പറ്റും. പക്ഷെ അവന്മാരടിച്ചിട്ടാ പോയി അവിടെ ചെന്നല്ല. അവന് പവർഫുൾ ടീമിനോട് കളിക്കുമ്പോൾ നമ്മൾ IQ ഉപയോഗിക്കണം, എന്നാലേ നമുക്ക് ജയിക്കാൻ പറ്റും. അത് ഞാനുള്ള കാര്യം പറയാം. അത് ഏത് ന്യൂബായാലും ശരി, ചെറിയ ബുദ്ധി മതി ഈ ഗെയിമൊക്കെ ജയിക്കാനായിട്ട്. ഞാനൊക്കെ കണ്ട എത്ര ഗെയിമാണ് ജയിക്കുന്നത്. അതിന് തോറ്റിട്ടുമുണ്ട്, പക്ഷെ ജയിച്ചിട്ടേ കൂടുതലുള്ളൂ. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കണതാണ്. നമ്മൾ ഇതുവഴി കയറിയിട്ട് നമുക്ക് തിരിച്ചങ്ങോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരുത്തവിടെ മെഡിക്കിറ്റ് അടിച്ചുകൊണ്ടിരിക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ കയറി എനിമീനെ അടിക്കാൻ വന്ന ഗൈസ്. അവന്മാരെല്ലാവന്മാരും കൂടെ കൂടിച്ചേർന്ന് കംപ്ലീറ്റ് ചെയ്ത് കളഞ്ഞ എല്ലാവന്മാരും പാവങ്ങൾ. സാരില്ല ഗൈസ്, നമുക്ക് അടുത്ത പിടിക്കാം. അടുത്തത് നമ്മൾ പിടിക്കും. വാഴിപെട്ടി വന്നതാ, കടിപൊട്ടും കുറവില്ല, കഴുത്തറ്റം ഞങ്ങാല. അങ്ങനെ കണ്ടു ആണ് യോ ഗൈസ്. അപ്പം നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട് എല്ലാവന്മാരും. പക്ഷെ ഇവന്മാര് നോബ് കളിയാണെന്ന് തോന്നുന്നു. എല്ലാവരും ഒരു ഗോൾഡ് വരെയൊക്കെ ഞാൻ ഹെഡ് ഷോട്ട് അടിക്കാൻ. ഈ പ്രോ പ്ലേസ് വരുമ്പോൾ ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റില്ല. അത് എന്താണെന്ന് എനിക്കറിയില്ല ഇതുവരെ. ഇല്ലെങ്കിൽ നല്ല ഹെഡ് ഷോട്ട് അടിക്കണ പ്ലെയറാണ്. അവൻ കയറി കണ്ടിട്ട് നമുക്ക് UMP വെച്ച് അവന് കൊടുക്കാൻ പറ്റുമോ നോക്കാം. കൂടിയാണ് കൊള്ളാം. അപ്പുറത്തുനിന്ന് ഒരുത്തന്നെ അടിച്ചെന്നു ബ്ലൂവായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു മെഡിക്കേറ്റ് അടിക്കാം. എനിക്ക് ഇവിടെ നിന്ന് കയറി കറങ്ങി ചെന്ന് അവനെ അടിക്കാൻ കഴിച്ചു. കൊള്ളാം. അവൻ നമ്മളെ അടിച്ചിട്ടുണ്ട് ഗൈസ്. അവൻ നമ്മളെ അടിച്ചിട്ട് ഇനി നമ്മൾ ടീമേറ്റ് വേറൊരു സംബന്ധം അടിച്ചിട്ട് റിവൈവ് ചെയ്യാൻ വന്നപ്പോഴാണ് ഗൈസ് അടുത്തവൻ വന്നത്. അങ്ങനെ ഗൈസ് അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവനെയും കൊന്നിട്ടുണ്ട് ഗൈസ്. MB5 ട്രിപ്പിൾ ചിപ്പാണെങ്കിൽ സെറ്റ് കണ്ണാണ്. ട്രിപ്പിൾ ചിപ്പാണെങ്കിൽ MB5 സെറ്റ് കാണാം. പക്ഷേ ഈ എന്താണ് ട്രിപ്പിൾ 5 ആണെങ്കിൽ ചെത്ത് കാണാം. പക്ഷെ ഈ ഒരു ചിപ്പ് 2 ചിപ്പ് ഒന്നിനും കൊള്ളാത്ത കണ്ണാ ഈ MB5 നല്ല കണ്ണൊക്കെയാ. പക്ഷേ ഈ ട്രിപ്പിൾ ചിപ്പ് വേണം, എന്നാലേ സാധനം വർക്കാവുള്ളൂ. നമ്മൾ ഒരു SKDയും ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോകാൻ ഗൈസ്. ഈ കളിയും കൂടെ ജയിച്ചാൽ നമ്മൾ പ്ലാറ്റിനത്തിലേക്ക് സഞ്ചരിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. പ്ലാറ്റിനം നിങ്ങളിത് കാണുക ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് ചാർജ് ചെയ്യണം ഗൈസ്. ചാർജ് ചെയ്തിട്ട് നമുക്ക് അവന്മാരെ അടിക്കാം. അവന്മാരെ അപ്പുറത്തൂടെ പോകണം ഗൈസ്. അവന്മാരെ നമുക്ക് പൂട്ടാം. ഒന്നും അടിക്കാൻ പറ്റില്ല. നമുക്ക് ഇതുവഴി കയറാം ഗൈസ്. ഇതുവഴി കയറിയിട്ട് അവന്മാരെ ഹെഡ് ഷോട്ട് അടിക്കാം. ഹെഡ് ഷോട്ട്. ഗൈസ് അപ്പോൾ നമ്മൾ 2 പേരെ ലോക്കാക്കിയിട്ടുണ്ട്. 2 പേരെ അടിച്ച് ലോക്കാക്കി. ഇനി അവിടെ ഒരുത്തുണ്ട് ഗൈസ്. അതേ നിൽക്കണ. നമുക്കൊരു ഗ്ലൂ വാൾ ഇട്ടിട്ട് SKD വെച്ച് അവനെ അടിക്കാം. ഗൈസ് അപ്പോൾ നമ്മളവനെ ഒരു കില്ല് ഹെഡ്ഷോട്ട് അടിച്ച് നമ്മൾ ഉറക്കിയിട്ടുണ്ട്. ഗൈസ് അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട് ഗൈസ്. എത്ര കില്ലാണെന്ന് നോക്കാം. 50 കില്ല് അടിച്ചേടാ. 50 അല്ല 5 കില്ല്. നമ്മളങ്ങനെ പ്ലാറ്റിനത്തിൽ നിന്ന് പ്ലാറ്റിനം 5 കടന്നിരിക്കുകയാണ് ഗൈസ്. 4 നിന്ന് 5 ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് നല്ലൊരു
വണ്ടർഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പ്രതീക്ഷയോടെ. ഇറ്റ്സ് മീ അനീഷ് സൈനിങ് ഔട്ട്. അപ്പോൾ നാളെ കാണാം. സി യു.